ഹായ് അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ രാവിലെ ഞാനും അമീറും കൂടെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വളവച്ച ഇന്നിപ്പോൾ നോമ്പ് തുറ നമ്മളെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഞാനും അമീറും കൂടെ ബസ് ഇറങ്ങി വന്നപ്പോഴേക്കും വാപ്പ വളവച്ച് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വാപ്പ കടയിൽ കയറി. കൂടെ അമീറും പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഈത്തപ്പഴവും സമൂസ ലീഫൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സാധനമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നോമ്പ് 15 നമ്മളെ വാപ്പമാടെ ആണ്ട് ദിവസം കൂടിയാണ്. അപ്പം നമ്മൾ നോമ്പ് തുറ വെച്ചിരിക്കുന്നത് വീട്ടിലാണ് കേട്ടോ. കടയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ വാപ്പ ചിക്കൻ വാങ്ങാൻ കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. വളവച്ച തന്നെ ചിക്കൻ കടയും ബാക്കിയുള്ള ഫ്രൂട്ട്സ് കടയും വെജിറ്റബിൾ കടയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ദൂരോട്ടൊന്നും പോകണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് അമീർ സമൂസയുടെയും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ റിവ്യൂ പറയാൻ തുടങ്ങി കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് കുറേ ഇത്ര രൂപ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇതുപോലെ എന്ത് സാധനം വാങ്ങിച്ചാലും ഇതുപോലെ റിവ്യൂ പറയാൻ തുടങ്ങി കേട്ടോ. അതൊരു മുട്ടായിത്തൊലി ആയാലും ശരി തന്നെ. ആഷിക്കിന് എക്സാം ആയതുകൊണ്ട് ആഷിക്ക് ട്യൂഷൻ കഴിഞ്ഞാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് അവനില്ലായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വാചകടി മൊത്തം ഞാനാണ് കേട്ടോണ്ടിരുന്നത്. പിന്നെ ആൾ പറയുന്നത് കേൾക്കാനും നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോഴേക്കും വാപ്പ ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നായിരുന്നു കേട്ടോ. നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. കറിക്ക് വേണ്ടിയുള്ള ചിക്കൻ നമ്മളെ വീട്ടിൽ കോഴി നിൽപ്പുണ്ട്. അപ്പോൾ കോഴീനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളവച്ചുകൊണ്ട് കുറച്ച് ദൂരം കേട്ടോ വീട്ടിലോട്ട്. അപ്പോഴത്തേക്കും വീടെത്തിയിട്ടുണ്ട് നമ്മൾ. വളവച്ച നല്ല തണുപ്പാണ് കേട്ടോ. അത്യാവശ്യം മാർച്ച് മെയ് മാസങ്ങളാണ് ഇത്തിരിയെങ്കിലും ചൂടറിയുന്നത്. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നല്ല തണുപ്പും മഞ്ഞും വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ടായിരുന്നേ. നമ്മളൊരു 10 മണിയായപ്പോഴേക്കും വീടെത്തിയിട്ടുണ്ടായിരുന്നേ. രാവിലെ വലിയ ജോലി തിരക്കുകളൊന്നുമില്ല കേട്ടോ. കാരണം വൈകിട്ടല്ലേ നോമ്പ് തുറ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യപരിപാടികൾ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ളുഹറിൻ്റെയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ജോലി തിരക്കുകൾ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വെക്കും കേട്ടോ. ബാക്കിയുള്ള ജോലികൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി. നമ്മളിവിടെ നിന്ന് ചിക്കൻ സമൂസേനെ ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫില്ലിങ് റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് തണുത്തിരിക്കും. അപ്പോഴത്തേക്ക് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് സമൂസ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. സമൂസയ്ക്ക് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇവിടെ കൂടുതൽ സമൂസയുടെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂസ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. സമൂസയുടെ ഫില്ലിങ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാവേ. അപ്പോഴേക്കും വാപ്പായും മോനും കൂടെ പോയി 2 നാടൻ കോഴീനെയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയും എണ്ണപ്പലഹാരവും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ബെറോട്ടയും പിന്നെ ഒറട്ടിയൊക്കെ നമ്മൾ കടയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാടൻ കോഴിക്കറിയൊക്കെ വാപ്പയാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വാപ്പ കോഴിക്കറിയൊക്കെ വയ്ക്കും. വാപ്പച്ചി പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കൃഷിയും കാര്യങ്ങളും തേൻ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ വാപ്പാക്ക്. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവ് കൂടുതലാണ്. അപ്പം ചിക്കൻ കറി അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോഴേക്കും അമീർ കുളിച്ച് സുന്ദരനായി നിസ്കരിക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സമൂസയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നോമ്പിന് അധികം എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാലും നമ്മൾ ഈ നോമ്പ് സമയമാകുമ്പോഴാണ് ഇതുപോലെ സമൂസയും ബാക്കിയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതൽ അധികം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച്, ചിലപ്പോൾ ഞാനൊക്കെ വീട്ടിലാണെങ്കിൽ അധികം ഉണ്ടാക്കാറുമില്ല. നമ്മൾ ഒരാളൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങ് മടി പിടിച്ചു പോകും. നമ്മൾ സമൂസ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വാപ്പയുടെ സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഞ്ചിയും പുതിനേരിയും നാരങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേൻ്റെ കട്ട ഉണ്ടായിരുന്നു. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പേരയ്ക്ക എടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രൂട്ട്സ് ആയിട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ.